ഫ്രഷ് പാലസ് കഞ്ഞിക്കട സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ളത് അബുദാബിയിലാണ്. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രഷ് പാലസ് കഞ്ഞിക്കട ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വെറൈറ്റിയിലുള്ള കഞ്ഞികളാണ്. അപ്പം നമുക്കറിയുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന 1-2 കഞ്ഞികൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പലതരത്തിലുള്ള കഞ്ഞികൾ അവൈലബിൾ ആണെന്ന്. അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ മുതലാളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഫ്രഷ് പാലസ് കഞ്ഞിക്കടയുടെ മുതലാളിയാണ് നമ്മളോടെ ഉള്ളത്. അപ്പം കഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എന്താ പേര്? എന്റെ പേര് അസ്കർ, നാട്ടില് തൃശ്ശൂർ ചാവക്കാട് ചേറ്റുവ സ്വദേശം. പിന്നെ ഇവിടെ വന്നപ്പോഴറിഞ്ഞത് നിങ്ങളാണ് ഇവിടെ ദുബായിലും അബുദാബിലും ഒക്കെ കഞ്ഞിയുടെ ഇത് ആദ്യമായിട്ട് എടുത്തത്. അതെ 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 അതായത് ദുബായിലുണ്ടോ ദുബായില് നമ്മുടേതല്ല, നമ്മുടെ പേരിലുള്ളതല്ല, വേറൊരു ടീമാണ് നടത്തുന്നത്. പക്ഷെ അബുദാബില് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഞ്ഞിക്കട എന്ന് പറയുന്നത്. അത് ഒരു ലോങ് സ്റ്റോറിയാണ്. മീൻസ് നമ്മൾ ചെറിയൊരു ഷോപ്പായിട്ട് തുടങ്ങുന്നു, ഒരു കഫ്റ്റീരിയ ബേസിലായിട്ട് തുടങ്ങുന്നു. അത് പിന്നെ അത് ക്ലിക്ക് ആവാതെ പോകുന്നു. ഒരു 2-3 വർഷത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലോഞ്ച് ചെയ്തതാണ് ഫ്രഷ് പാലസ് കഞ്ഞിക്കട എന്ന പേരില്. ഒരു നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു സജഷന്റെ പേരിൽ നമ്മൾ ചെയ്ത് തുടങ്ങിയതാണ്. അത് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോയി. അന്ന് നമ്മൾ ചെറിയ കുറച്ച് 3-4 സ്റ്റാഫിനൊക്കെ വെച്ച് തുടങ്ങി. ഇന്ന് ഇതിപ്പോ 6ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഓൾമോസ്റ്റ് 250+ സ്റ്റാഫിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ 2 days ബാക്ക് ഓപ്പൺ ആക്കിയ സ്റ്റോപ്പാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നല്ല ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ ഇതിപ്പോ 6ാമത്തെ ഷോ, ഇത് 6ാമത്തെ ഔട്ട്ലെറ്റ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുവിധം ഇന്ത്യൻ റെസ്റ്റോറന്റ്, സാധാരണ മലയാളി റെസ്റ്റോറന്റ് അല്ല ഇന്ത്യൻ റെസ്റ്റോറന്റ്, നമുക്ക് UAE എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, നാട്ടിലാണോ UAE-ലാണോ എന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഭാഗത്തൊന്നും ഇന്ത്യൻ റെസ്റ്റോറന്റോ മലയാളി റെസ്റ്റോറന്റുകളോ ഇല്ല. നമ്മൾ ഒരാളാണ് ഇന്ത്യൻ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ മലയാളി പക്ക ചോറ്, കഞ്ഞി, ബിരിയാണി, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഫിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക മലയാളി ആംബിയൻസിൽ, അത്രയും ആംബിയറോടുകൂടി തുടങ്ങാനുള്ള ധൈര്യം നമുക്ക് കിട്ടി. അത് നമ്മളൊരു ധൈര്യം. എനിവേ ഇത് ലൊക്കേഷൻ വരുന്നത് അബുദാബിയുടെ തന്നെ ഹൈ പൊട്ടൻഷ്യൽ ഹൈ പോഷ് ഏരിയ ആയിട്ടുള്ള കോർണിഷില് നമ്മൾ FAB ബാങ്ക് ഉണ്ടല്ലോ, FAB ബാങ്കിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഈ ഒരു അറബിക് ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു ഏരിയയാണ്. ഇത് ശരിക്കും ഈ ഷെയ്ഖ് ഇവിടുത്തെ റൂളേഴ്സിന്റെ ബിൽഡിംഗ് ആണിത് ആക്ച്വലി. ആ ബിൽഡിങ്ങില് FAB ബാങ്കിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ഈ പുതിയ സ്ഥാപനം ലോഞ്ച് ആയിട്ടുള്ളത്. എല്ലാരും നോട്ട് ചെയ്തോളൂ കേട്ടോ, ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. ഈ ഓഫീസുകളിലൊക്കെ അധികം ഇന്ത്യൻസ് ഓർ മലയാളീസ് അത്യാവശ്യം കുറെ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഈസി ആക്സസ് ആണ്. മുമ്പ് അവര് കൂടുതൽ ഇത് ഓഫീസ് അധികം ഇത് ഓഫീസസ് ഏരിയ ആണ്. റെസിഡൻസും ഉണ്ട്, ഓഫീസ് മിക്സ്ഡ് ആണ്. അതെ. അപ്പം എന്താ വെച്ചാൽ എല്ലാ മലയാളികൾ മാത്രമാണോ കൂടുതൽ വരുന്നത് ഇവിടെ? ഈസി നമ്മള് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അത് എടുത്തു പറയാൻ കാരണം നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ട്. ബട്ട് നമ്മളടുത്ത് 800+ മെനൂസ് ഉണ്ട്. നമ്മളടുത്ത് 1-2 അല്ല, 800+ മെനൂസ് ആണ്. അതില് ഫിലിപ്പീനോസ് വന്നാൽ ഫിലിപ്പീനോസ് തന്നെ ഫുഡ് ഉണ്ട്. നമുക്ക് അറബിക് വന്നു കഴിഞ്ഞാൽ അറബിക് മന്തി, അതായത് ഒതന്റിക് അറബിക് യമൻ മന്തി കാര്യങ്ങളെല്ലാം നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഫിഷ് ഗ്രില്ല് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ മലയാളീസ് വന്നു കഴിഞ്ഞാൽ ചോറുണ്ട്, കഞ്ഞിയുണ്ട്, ബിരിയാണി ഉണ്ട്, പോത്തുംകാല്, അങ്ങനെ പ്ലേറ്റേഴ്സ് ആയിട്ട് കുറെ അധികം വെറൈറ്റി ഫുഡ്സ് നമ്മൾ സെർവ് ചെയ്യുന്നു. വെരി ഗുഡ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെ വന്നപ്പോ കഞ്ഞി മാത്രമാണ് സ്പെഷ്യൽ ആയിട്ട് അവൈലബിൾ, പലതരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള കഞ്ഞികൾ. 15 തരം കഞ്ഞിയും 15 തരം നാടൻ ചോറുണ്ടല്ലോ. ചോറില് 15 തരം നാടൻ ചോറ് നമ്മൾ മാത്രമാണ്. UAE-യിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ലോകത്തില് നമ്മൾ മാത്രമാണ് ചോറിൽ വെറൈറ്റീസ് ആയിട്ട് 15+ വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. പേര് തന്നെ വ്യത്യസ്ത പേരുകളാണ്. ഉമ്മച്ചിച്ചോറ്, പിന്നെ പത്തായച്ചോറ്, ഇറച്ചിച്ചോറ്, അതല്ലെങ്കിൽ പിന്നെ സ്വർഗച്ചോറ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ വെറൈറ്റി പേര്, വെറൈറ്റി ടേസ്റ്റ്, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും ഒരേപോലെ ഒന്നിനെ കോപ്പി പേസ്റ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളതല്ല. 15 ടൈപ്പ് ചോറുണ്ടെന്ന് പറഞ്ഞാൽ 15 വേരിയന്റിലാണ്, 15 തരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓ, അടിപൊളി അടിപൊളി. അപ്പം എസ്പെഷ്യലി ഈ ഏരിയയിൽ മലയാളി റെസ്റ്റോറന്റും ഇല്ല. എല്ലാ തരത്തിലുള്ള 15 തരത്തിലുള്ള ചോറും 15 തരത്തിലുള്ള കഞ്ഞികളും. അത് മാത്രമല്ലാണ്ട് എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ള വേറെന്തൊക്കെയാ ഇവിടെ വെറൈറ്റി ആയിട്ട് കിട്ടുന്നത്?
നിങ്ങൾ അതേ പറഞ്ഞ പിന്നെ ഫിഷിന്റെ ലൈവ് ഗ്രില്ല് നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്ലേറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ഒരു വട്ടം വന്നാൽ എന്തായാലും ഒരാൾക്കും നഷ്ടമാവില്ല. വന്ന് എക്സ്പ്ലോർ ചെയ്യുക, കഴിക്കുക, അഭിപ്രായം പറയാ, സപ്പോർട്ട് ചെയ്യുക. ഫുഡ് വരുന്നുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സ്വർഗത്തിലെ ചോറ് അല്ലേ? അപ്പം ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്വർഗത്തിലെ ചോറ്. ഇതെന്ത് ചോറാ? അപ്പൊ ഇത് ഉമ്മച്ചി ചോറും കൂടെ വന്നിട്ടുണ്ട്, സെറ്റ്. അപ്പൊ നമ്മളെ കഞ്ഞിയും കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മള് ഫുഡ് വന്നിട്ടുണ്ട്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് റൈസ്, കഞ്ഞി. അയ്യോ എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു അഭിപ്രായം പറയാം. അപ്പൊ ഇത് സ്വർഗത്തിലെ ചോറ്, സ്വർഗം പോലെ തന്നെ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ, മസ്റ്റ് ട്രൈ ആണ്. വരിക, കഴിയാം. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞി കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിൽ നിന്ന് മാങ്ങയെല്ലാം ഉണ്ട് കേട്ടോ. ഓ, നല്ല അടിപൊളി മാങ്ങ. അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണും വരയ്ക്കും ധന്യ, സൈനിങ് ഓഫ്.